വൈകിട്ട് മടങ്ങിയെത്താം എന്ന പ്രതീക്ഷയോടെ തിരുവനന്തപുരത്തെ ജോലിസ്ഥലത്തേക്ക് ഇന്നലെ രാവിലെ പോയതാണ് ഉല്ലാസ്. പക്ഷേ അദ്ദേഹം ജീവനോടെ ഇനി ഈ വീട്ടിലേക്കില്ല. ആരുടെയൊക്കെയോ അനാസ്ഥയുടെയും അസ്വസ്ഥതയുടെയും രക്തസാക്ഷിയാണ് ഉല്ലാസ്. ഉല്ലാസും ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബത്തിൽ ഇനി സന്തോഷമില്ല. 2 ബസ്സുകൾക്ക് ഇടയിൽപ്പെട്ട് ഹൃദയം തകർന്നു. നിമിഷ നേരം കൊണ്ട് ഈ കുടുംബത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തി ഉല്ലാസിന്റെ ജീവൻ നഷ്ടമായി. കൊലപാതകത്തിന് സമാനമായ പ്രവൃത്തിയെന്ന് നിറകണ്ണുകളോട് പറയുന്നു കുടുംബം. കൊലപ്പെടുത്തിയെന്ന് വേണം പറയാൻ. എല്ലാ രീതിയിലും ഒരു മകനാണ് ഉള്ളത്. ഒരു 3 പേര് മാത്രമായി വീട്ടിൽ താമസം. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. വളരെ വലിയൊരു തീരാ നഷ്ടമാണ്. ഉച്ചക്കലത്തെ ജോലിയുടെ ഇടവേളയിൽ ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്നു ഉല്ലാസ്. റോഡ് മുറിച്ചു കിടക്കാൻ നിന്ന ഉല്ലാസ് KSRTCയുടെയും സ്വകാര്യ ബസിന്റെയും ഇടയിൽപ്പെട്ടു. ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എല്ലാ വെള്ളിയാഴ്ചയും 12-12:45 എല്ലാവരും പള്ളിയിലോട്ട് പോകും. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. തിരിച്ചു വന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ പോലീസ് അറിയിക്കുമ്പോഴാണ് ഞങ്ങൾ ഓടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. വർഷങ്ങളോളം കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുറച്ചു കാലമായി കേരള ബാങ്കിന്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ. 1.5 മാസങ്ങൾക്ക് മുമ്പാണ് സബ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. നാട്ടിൽ പൊതുപ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായ വ്യക്തിയായിരുന്നു ഉല്ലാസ്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.